ഇപ്പോൾ സമയം 3 മണിയാകുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് അവിടെ കോടമഞ്ഞിറങ്ങുന്ന സമയമാണ്, ഇരുട്ട് തുടങ്ങുന്ന സമയമാണ്. ഇരുട്ട് വീഴുന്നതിന് മുമ്പ് പരമാവധി രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള ഒരു ഉച്ച കഴിഞ്ഞുള്ള പ്ലാൻ ദൗത്യസംഘത്തിന് എന്താണ്, വിജയകുമാർ? ഹാഷ്മി, ഇനിയിപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതില്ലാതെ നമുക്ക് ഇനി ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇനിയിപ്പോൾ ഈ തിരച്ചിലിന് മനുഷ്യ സാധ്യമായത് എന്ന് വെച്ചാൽ നമുക്ക് ആളുകളെ ഏതെങ്കിലും വീടുകളിൽ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അവരെ ജീവനോടെയോ അല്ലാതെയോ രക്ഷിക്കാൻ കഴിയും. അത്തരം നടപടികൾ, അതാണ് യഥാർത്ഥത്തിൽ രക്ഷാദൗത്യത്തിന്റെ ഇന്നത്തെ ഈ പകൽ ഇതുവരെ നടന്നത്. അത് പരമാവധി വരെ അങ്ങനെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു. അതിൽ പരിക്കുകളോടെയൊക്കെ ആണെങ്കിലും കുറെ ആളുകളെ നമുക്ക് വളരെ അവരുടെ ജീവന് ഭീഷണി ഇല്ലാതെ അവരെ കൊണ്ടുവരാൻ കഴിഞ്ഞു. ബാക്കി മൃതദേഹങ്ങളാണ് പിന്നീട് കിട്ടിയത്. നേരത്തെ ഹാഷ്മി പറഞ്ഞപ്പോൾ ചാലിയാറിലൂടെ ഒഴുകി വരുന്നു, അതിന്റെ മുകൾ ഭാഗത്ത് തെരച്ചിൽ നടക്കുന്നു. നിലമ്പൂരിലേക്ക് അവരുടെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നു. അത്തരം തെരച്ചിലുകളും ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇനി കുടുങ്ങിക്കിടക്കുന്നവർ മണ്ണിനടിയിൽ ആരൊക്കെയുണ്ട് എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പൊ 200-ലധികം ആളുകൾ ഇപ്പോഴും മിസ്സിംഗ് എന്നാണ് റവന്യൂ വകുപ്പ് പറയുന്നത്. അതിൽ അവർ കണക്ക് വൈകിട്ടാവുമ്പോഴേക്കും ഇനി അപ്ഡേറ്റ് ചെയ്യുമായിരിക്കും. ഇന്ന് പകൽ കുറെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. പലരെയും തിരികെ ചിലരൊക്കെ പരിക്കുകളോടെ വന്നിട്ടുണ്ട്. അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനിയും അവരുടെ കണക്ക് അപ്ഡേറ്റ് ചെയ്യുമായിരിക്കും. അപ്പോഴും എന്തായാലും കുറെ ആളുകൾ, 100 കണക്കിന് ആളുകൾ എന്ന് നമുക്ക് എല്ലാ തരത്തിലും പറയാം. അത്രയും ആളുകൾ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്, മണ്ണിനടിയിലും ഒക്കെ ആയിട്ട് മിസ്സിംഗ് ആണ്. അവരെ കണ്ടെത്തുക എന്നത് ഇനിയിപ്പോൾ മനുഷ്യ സാധ്യമായതൊക്കെ ഇതിനോടകം ചെയ്തു. അതല്ലാതെ ഇനിയിപ്പോൾ യന്ത്രങ്ങളുടെ കൂടി സഹായത്തോടെ മനുഷ്യനും യന്ത്രങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ അവരിലേക്ക് എത്താൻ കഴിയൂ. അപ്പൊ അതിന് വേണ്ടുന്ന യന്ത്ര സാമഗ്രികൾ ഈ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടുന്ന വലിയ പാലങ്ങളൊക്കെ ഇവിടെ ആർമി സജ്ജമാക്കുകയാണ്. ആ ജോലിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി അത് ഒരുപക്ഷെ അത് ശരിയായേക്കും. അങ്ങനെയാണെങ്കിൽ നാളെ ആ ദൗത്യത്തിന് ഇത്തരം വാഹനങ്ങളുടെ സജീവമായ പങ്കാളിത്തം കൂടി ഉണ്ടാവും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിന്റെ മറുഭാഗത്ത് വേറൊരു പാലം കൂടി ഉണ്ടാക്കാനാണോ എന്നൊരു സംശയമുണ്ട്. അവരവിടെയും ഒരു ഈ ലാൻഡ് ചെയ്യുന്നതിന്, ഈ പാലം ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടുന്ന തരത്തിൽ മണ്ണ് മാറ്റി ഒരു തിട്ട രൂപപ്പെടുത്തുന്നുണ്ട്. അവിടെയായിരുന്നു താൽക്കാലിക പാലം നേരത്തെ ആർമി ഉണ്ടാക്കിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞത് 3 പാലങ്ങൾ നിർമ്മിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പായും വിജയേട്ടന് അപ്പുറത്ത് കാണുന്നത് അടുത്ത പാലം നിർമ്മാണമായിരിക്കണം. എന്തായാലും പരമാവധി പാലങ്ങൾ നിർമ്മിക്കുമ്പോഴേക്കും എസ് ശ്രീകാന്തിലേക്ക് ഞാൻ പോകുന്നു. ശ്രീകാന്ത് മുണ്ടക്കയിലാണുള്ളത്. ശ്രീകാന്ത്, ഈ മണ്ണുമാന്തി യന്ത്രം വരുന്നതോടുകൂടി മുണ്ടക്കയിലെ രക്ഷാദൗത്യത്തിന് വേഗം പ്രാപിക്കുന്നുണ്ടോ? ഇരുട്ട് വീഴും മുൻപ് പരമാവധി ആളുകളെ പുറത്തേക്ക് എത്തിക്കുക എന്നതാണോ ലക്ഷ്യം? നിലവിൽ ഈ മേഖലയിൽ നിന്ന്, ഈ മുണ്ടക്കൈ മേഖലയിൽ രക്ഷാദൗത്യം മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ കുറച്ച് വേഗത ഈ രക്ഷാദൗത്യത്തിന് കൈവന്നിട്ടുണ്ട്. കാരണം സാങ്കേതിക സംവിധാനങ്ങൾ, യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ ഹാഷ്മി ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒരു കാര്യം കൃത്യമായി തന്നെ പറയേണ്ടത്, ഇതിനോടകം തന്നെ ജീവനോടെ അവശേഷിച്ചിരുന്ന ആളുകളെ ഈ മുണ്ടക്കയിൽ നിന്നും ചൂരൽമലയിൽ നിന്നും ഈ പുഞ്ചിരിമുട്ടയിൽ നിന്നുമൊക്കെ ഇതിനോടകം തന്നെ അവരെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് എത്തിച്ചു കഴിഞ്ഞു. പിന്നീട് കണ്ടെത്താനുണ്ടായിരുന്നത് കാഴ്ചയിൽ കിട്ടുന്ന മൃതദേഹങ്ങളൊക്കെ ആയിരുന്നു. അത് മനുഷ്യസാധ്യമായ രീതിയിൽ വീണ്ടെടുക്കാനാകുന്ന മൃതദേഹങ്ങളൊക്കെ തന്നെ വീണ്ടെടുത്തു. ഇന്ന് രാവിലെ 6 മണി മുതൽ സന്നദ്ധ പ്രവർത്തകരും അതോടൊപ്പം സൈന്യവും NDRF-ഉം ഫയർഫോഴ്സും പോലീസും അടങ്ങുന്ന സംഘം ഇവിടെ പരിശോധന നടത്തി. ഇതിനോടകം തന്നെ മനുഷ്യസാധ്യമായ രീതിയിൽ വീണ്ടെടുക്കാവുന്ന മൃതദേഹങ്ങൾ വീണ്ടെടുത്തു. ഇതിനോടകം ഈ ഭാഗത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു LP സ്കൂളിൽ നിന്നും 5 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അത് രാവിലെയാണ് കണ്ടെടുത്തത്. പിന്നീട് ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്തു നിന്നും 7 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ 4 മൃതദേഹങ്ങൾ, ഏറ്റവും മുകളിൽ പുഞ്ചിരിമുട്ടയിൽ 3 മൃതദേഹങ്ങൾ, അങ്ങനെ ആകെ 12 മൃതശരീരങ്ങളാണ് ഈ പ്രദേശത്തു നിന്നും, ഈ പുഴയ്ക്ക് ഇക്കരക്കരയിൽ നിന്നും ഇന്ന് മാത്രമായി കണ്ടെടുത്തത്. അതോടുകൂടി മനുഷ്യസാധ്യമായ പരിശോധന, മനുഷ്യസാധ്യമായ തെരച്ചിൽ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ജീവനോടെ ആളുകളെ വീണ്ടെടുക്കാനുള്ള ദൗത്യം അത് ഇനി എത്രത്തോളം നടക്കും എന്നുള്ളതും സംശയമാണ്. അത് ഏറെക്കുറെ പൂർണ്ണമായും കഴിഞ്ഞു എന്ന് ചൂണ്ടിക്കാണിക്കുക. അതേ ഇപ്പോൾ ഈ പൊക്കിയെടുക്കുന്ന ഒരു വാഹനമാണ് ഈ വലിയ പാറക്കൂട്ടങ്ങൾ വന്ന് വീണിട്ടുണ്ട്. അതിനിടയിൽ മൃതദേഹങ്ങളുണ്ടോ എന്ന് പരിശോധിക്കലാണ്. ചെളിക്കൂനയാണ് ഈ പ്രദേശം മുഴുവൻ. അതിലൊക്കെ തന്നെ മൃതദേഹങ്ങളുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കേണ്ടതുണ്ട്. കാരണം മനുഷ്യ അധ്വാനം കൊണ്ടുള്ള ഈ തെരച്ചിൽ ഇനി മുന്നോട്ട് പോയാൽ അത് ആഴ്ചകളും അതോടൊപ്പം തന്നെ 1, 2, 3 ആഴ്ച കൊണ്ടൊന്നും തന്നെ ഇവിടെ ഒന്നുമാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ജീവനോടെ കിട്ടേണ്ടവരെയൊക്കെ ഇതിനോടകം ഈ 2 ദിവസം കൊണ്ട് തന്നെ കിട്ടി എന്നുള്ളതും ഈ ഘട്ടത്തിൽ നമുക്ക് പറയാവുന്നതാണ്. ഇനിയുള്ളത് ഈ കാണുന്ന രീതിയിൽ ഹിറ്റാച്ചുകൾ എത്തിച്ച്, JCB-കൾ എത്തിച്ച് തെരച്ചിൽ നടത്തുന്നതാണ്. ഈ കോൺക്രീറ്റ് കട്ട് ചെയ്ത് മാറ്റുന്നതാണ്. ഇതിന്റെ ഏറ്റവും മുകളിൽ പുഞ്ചിരിമുട്ടത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത്, അവിടുത്തെ വീടുകളൊക്കെ തന്നെ പൂർണ്ണമായും ഒഴുകി പോവുക എന്ന അവസ്ഥയിലാണ്. തകർന്ന്
ഭാഗികമായി തകർന്നു, പൂർണ്ണമായി തകർന്നു എന്നൊക്കെ പറയുന്നത് കുറഞ്ഞു പോകും. അവിടെ പൂർണ്ണമായും ഒഴുകിപ്പോയ അവസ്ഥയിലാണ്. 1, 2, 3 വീടുകളാണ് ഭാഗികമായോ പൂർണ്ണമായോ ഒക്കെ തകർന്നതുള്ളത്. ബാക്കിയൊക്കെ ഒഴുകിപ്പോയ അവസ്ഥയിലാണുള്ളത്. ഇനി അറിയേണ്ടത് അത് മാത്രമല്ല, അവിടെയെല്ലാം മണ്ണ് കൂന കൂടി കിടക്കുകയാണ്. വലിയ കുന്ന് രൂപപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം വലിയ പാറക്കൂട്ടങ്ങളാണ്. അത് പൊട്ടിക്കുക എന്നത് അതീവ ശ്രമകരമായ പണിയാണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എയർലിഫ്റ്റ് ചെയ്ത് കൂടുതൽ ഹിറ്റാച്ചികൾ, അത് മണ്ണ് മാറ്റുന്ന യന്ത്രങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരുമോ എന്നതടക്കം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ മനുഷ്യനെ കൊണ്ട് യാതൊന്നും ചെയ്യാൻ കഴിയാത്ത വിധം ഈ മണ്ണ് മൂടിക്കിടക്കുന്നുണ്ട്, കല്ല് മൂടിക്കിടക്കുന്നുണ്ട്, വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്, പുഴ വലിയ താഴ്ചയിൽ പുഴ ഒഴുകുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതിസന്ധിയാണ് ഈ പുഞ്ചിരിമുട്ടത്ത് ഉള്ളത്. ഇപ്പോൾ ഈ മുണ്ടങ്കയിൽ JCB എത്തിയിരിക്കുന്നു. യന്ത്ര കൈകൾ കൊണ്ട് മനുഷ്യ സാന്നിധ്യം അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാരാണ് പറഞ്ഞത് ഇവിടെ 1, 2 പേർ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ടെന്ന്. എങ്കിൽ ആ സാധ്യത പരിശോധിക്കാം എന്ന് ഫയർഫോഴ്സും തീരുമാനിച്ചു. കാര്യക്ഷമമായ പണി അവരുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. രാവിലെ മുതൽ ആ പരിശോധനയാണ് നടക്കുന്നത്. വീണ്ടും ഒരു ബൈക്ക് കൂടി അവിടെ നിന്നും കണ്ടെടുത്തിരിക്കുന്നു. നേരത്തെ ഒരു ജീപ്പ് കണ്ടെടുത്തിരുന്നു, ഇപ്പോൾ ഒരു ബൈക്ക് കണ്ടെടുത്തു. ഹഷ്മി, ഇത് കാണുമ്പോൾ മനസ്സിലാകും ഒരു മനുഷ്യർ അത്യധ്വാനം ചെയ്യുന്നത്. നേരത്തെ ഒരു വീട്ടിൽ നിന്ന് 4 മൃതദേഹം എടുത്തിരുന്നു. അവിടെ 6 മണി മുതൽ ഏതാണ്ട് 2:30 വരെ അത്യധ്വാനം ചെയ്തിട്ടാണ് 4 മൃതദേഹം വീണ്ടെടുത്തത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ യന്ത്രം കൊണ്ടുവന്ന് പരിശോധന നടത്തുമ്പോൾ വളരെ വേഗം കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ ജീവനോടെ ആളുകളെ കിട്ടുക എന്ന് പറയുന്നത്, ജീവനോടെ ആളുകളെ ഇവിടെ നിന്നും കൊണ്ടുപോവുക എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് ചർച്ച പറയുകയോ വേണ്ട. അത് ഏറെക്കുറെ ഇന്ന് പൂർത്തിയായി. ആ റിസോർട്ടിൽ നിന്നും 20 പേരെ രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടുവന്നതോടുകൂടി ആ ഭാഗം കഴിഞ്ഞു എന്ന് പറയാം. മനുഷ്യാധ്വാനം കൊണ്ടുള്ള മനുഷ്യസാധ്യമായ രക്ഷാപ്രവർത്തനവും കഴിഞ്ഞു. ഇനി യന്ത്രങ്ങളാണ് പണിയെടുക്കേണ്ടത്. ഈ പാറകൾ പൊട്ടിച്ചു മാറ്റണം, മണ്ണും കൂനകളും എല്ലാം കോരി മാറ്റണം. വീടുകൾ എന്ന പേരിൽ എന്തെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനടിയിൽ ആരെങ്കിലും ഇനിയും എന്തെങ്കിലും അവരുടെ മൃതദേഹങ്ങളോ മറ്റോ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് പരിശോധിക്കണം. അതാണ് ഈ മുണ്ടങ്കയിൽ നടക്കുന്നത്. ഈ ഹിറ്റാച്ചി ഉള്ളിലേക്ക് കടന്ന് കയറുകയാണ്. ഇത്രയൊക്കെ ഉള്ളിലേക്ക് പോയി പരിശോധിച്ച് 2 മനുഷ്യർ അവിടെ കുടുങ്ങിയിട്ടുണ്ടെന്നും അവരുടെ മൃതദേഹം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഇവിടുത്തെ ആളുകൾ പറഞ്ഞ പ്രകാരമാണ് ഈ പരിശോധന നടക്കുന്നത്. ഈ മേഖലയിലെമ്പാടും ആ പരിശോധന തുടരുകയും ചെയ്യും. 4 വീടുകൾ താഴെ തകർന്നു വീണിട്ടുണ്ട്. അവിടെ ഒരു വീട്ടിൽ 4 മൃതദേഹം കണ്ടെത്തി. ബാക്കി 3 വീടുകൾ കൂടി പരിശോധന തുടരുകയും ചെയ്യും. മഴ പെയ്താൽ, ഇരുട്ട് വീണാൽ, കോടമഞ്ഞിറങ്ങിയാൽ മുണ്ടങ്കയിൽ ഒരു പരിപാടിയും നടക്കില്ല. ഇവിടെ നിന്നും ഇറങ്ങേണ്ടി വരും, മടങ്ങേണ്ടി വരും. കാരണം അത്യന്തം അപകടകരമായ ഒരു സ്ഥലം കൂടിയാണിത്. മണ്ണിടിച്ചിലുണ്ടാകാം, ഒരുപക്ഷെ ഉരുൾപൊട്ടൽ വീണ്ടും സംഭവിച്ചേക്കാവുന്ന മേഖല കൂടിയാണ് ഹാഷ്മി. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഒരു ഗ്രാമം ഒന്നാകെ വിഴുങ്ങിയ ഒരു ഉരുൾപൊട്ടൽ, അതിന്റെ ബാക്കി ശേഷിപ്പ്, അതിനിടയിൽ മനുഷ്യന്റെ ശരീരം തിരയുകയാണ്. മനുഷ്യ ശരീരം തിരയുകയാണ്. ഞെട്ടിക്കുന്ന, കരളലിയിക്കുന്ന, ഹൃദയം പിളർക്കുന്ന കാഴ്ച ഹാഷ്മി ഇപ്പോൾ മുണ്ടങ്കയിൽ നിന്നും നമുക്ക് നൽകാനുള്ളത്.